ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കോഴിക്കൂട് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ കോഴിക്കൂട്ടിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നല്ലൊരു ജോലിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ കോഴിക്കൂട് വൃത്തിയാക്കുക എന്ന ശ്രമകരമായ ഒരു ജോലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ അറക്കപ്പൊടിയും കുമ്മായും ഒക്കെ ഇട്ട് ലെയർ വിരിച്ചിരുന്നു. ആ ലെയർ നല്ല വളമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കൊത്തിക്കളച്ച് കോഴിക്കൂട് വൃത്തിയാക്കിയിടണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ജോലി. നല്ല പണിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം. നമുക്കിത് കിളച്ച് വൃത്തിയാക്കി ഓരോ പാത്രത്തിലാക്കി നമുക്ക് നമ്മുടെ അയ്യത്ത് ഒരു ഷീറ്റ് വിരിച്ച് അതിലേക്ക് മാറ്റിയിടാം. വെയിൽ കൊണ്ട് നന്നായിട്ട് ഉണങ്ങട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം. ആദ്യം ഇതെല്ലാം നല്ലവണ്ണം വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് വാരിയിടണം. അടുത്ത ജോലി ഏറ്റെടുത്തിരിക്കുന്നത് പുത്രനാണ്. ഒരു വീട്ടിലെ ജോലികൾ എല്ലാവരോടും ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. സന്തോഷത്തോടെ ഞാനും ചെയ്യാം അച്ഛ എന്ന രീതിയിൽ ഏറ്റെടുത്ത് പുത്രൻ ചെയ്യുകയാണ്. നമ്മൾ തിരിഞ്ഞ മോനെ, വായിലൊരു കോവയ്ക്കുണ്ട്. ഫ്രഷ് കോവയ്ക്കാണ്. നമ്മുടെ കോവിൽ നിന്ന് കുറച്ച് കോവയ്ക്കയും തിന്നുകൊണ്ടാണ് ആശാൻ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ കൃഷികളാണ്. ഇങ്ങനെയുള്ള വളങ്ങൾ ഉപയോഗിച്ച് ചെയ്ത കൃഷികളാണിതെല്ലാം. ഇതെല്ലാം നമ്മുടെ കൃഷികളാണ്. അപ്പോൾ നമുക്ക് അവൻ്റെ പുറകെ പോകാം. അവൻ മുന്നേ പോയി. തട്ടി എന്നെക്കൊണ്ട് വിളിച്ചൊക്കെ ചെയ്യാനാവും എന്ന രീതിയിലാണ് അവൻ നടക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവനത് ചെയ്യുന്നത്. ഞാനും ജോലി ചെയ്യാം എന്ന സന്തോഷത്തോടു കൂടി അടുത്ത ആളോട് ഏറ്റെടുത്തിട്ടുണ്ട്. കോവയ്ക്കും തിന്നുകൊണ്ട് പുത്രം പുറയുണ്ട്. നമ്മുടെ കോഴിക്കൂട് വൃത്തിയാക്കി വളരെ നീണ്ട സമയത്തെ അധ്വാനത്തിന് ശേഷം ഏകദേശം 1-2 മണിക്കൂറോളം പണി ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കോഴിക്കൂട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അറക്കപ്പൊടിയും കുറച്ച് കുമ്മായവും വിതറിയിട്ടിട്ട് കോഴികളെ ഇതിലേക്ക് മാറ്റിയിടാം. ഓക്കെ.
നമ്മുടെ വൃത്തിയാക്കി കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് അറക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അറക്കപ്പൊടി നമ്മൾ കോഴിത്തിട്ടത്തിന് വലിയ മറ്റു കാര്യങ്ങളൊന്നും വരില്ല, പെട്ടെന്ന് തന്നെ പൊടിയായിക്കോളും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ജോലി കുറഞ്ഞത്. ഇല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും തീരാത്ത പണിയായിരിക്കും. പക്ഷെ എന്തായാലും പെട്ടെന്ന് കഴിഞ്ഞു. അറക്കപ്പൊടി വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് മില്ലിൽ നിന്നും അതുപോലെ തന്നെ മരത്തിൻ്റെ കടയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ കോഴിക്കൂട്ടിൽ അറക്കപ്പൊടിയൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോഴികളെ ഇതിലേക്ക് ഇടാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.